നമസ്കാരം. പ്രധാന വാർത്തകൾ. നിലപാടുകൾ നയിച്ച രാഷ്ട്രീയ നേതാവാണ് മുൻ കോൺഗ്രസ് നേതാവും മുൻ മഹാരാഷ്ട്ര ഗവർണറുമായ കെ ശങ്കരനാരായണൻ എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പ്രവർത്തന മികവ് കൊണ്ട് പദവികൾ ശങ്കരനാരായണനെ തേടിയെത്തുകയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. പാലക്കാട്ട് ശങ്കരനാരായണൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ശങ്കരനാരായണൻ 4ാം ചരമവാർഷിക അനുസ്മരണ യോഗം. പാലക്കാട് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ മാധവിക്കുട്ടി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ചൂടിനെ പ്രതിരോധിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കളക്ടർ. കുളപ്പുള്ളി സുബങ്കലി ഓഡിറ്റോറിയത്തിന് സമീപം 2 വീടുകളിൽ മോഷണം നടത്തിയ കേസിലെ പ്രതികൾ പോലീസിന്റെ പിടിയിൽ. 6000 രൂപ, സ്കൂട്ടർ, DVR എന്നിവ മോഷ്ടിച്ച കേസിൽ പിടിയിലായത് KP സിദ്ദിഖ്, PK സുഹൈൽ, അബ്ദുൾ സലാം എന്നിവർ. കേസിൽ കൂടുതൽ പേർ ഉണ്ടെന്നും അന്വേഷണം നടത്തിവരുന്നതായും പോലീസ്. വെടിക്കെട്ട് ഒഴിവാക്കിയുള്ള തൃശൂർ പൂരം നടത്തിപ്പിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനം പാറമേക്കാവ് അഗ്രശാലയിൽ. പൂരാഘോഷം ഏപ്രിൽ 26-ന്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് സ്ഫോടനം നടന്ന പ്രദേശത്തും സമീപ മേഖലകളിലും ഇന്നും തെരച്ചിൽ. കേടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ശരീരഭാഗങ്ങളും എല്ലിൻ കഷ്ണങ്ങളും കണ്ടെടുത്തു. കുതിരാനിലെ ജനവാസ മേഖലയോട് ചേർന്ന് വനംവകുപ്പ് അധികൃതർ പാമ്പുകളെ തുറന്നുവിടുന്നതായി പരാതി. പാമ്പിനെ തുറന്നുവിട്ടതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞു. കോടാലിയിൽ പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച സംഭവം. വീടിനുള്ളിൽ വീണ്ടും 2 പാമ്പുകളെ കൂടി കണ്ടെത്തി. മാത്തൂരിൽ കാട്ടിപ്പന്നി ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്കും 6 വയസ്സുകാരി മകൾക്കും പരിക്ക്. തൃശൂർ മറ്റത്തൂരിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിച്ചു. ജനവാസ മേഖലയായ മുപ്പിളി പ്രദേശത്തെ കൃഷിയിടങ്ങളിലെ വാഴ, കവുങ്ങ് മുതലായ വിളകളാണ് നശിപ്പിച്ചത്. ആനകളെ പ്രതിരോധിക്കാൻ വനം വകുപ്പ് സോളാർ വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കാട്ടാന ശല്യത്തിന് യാതൊരു കുറവുമില്ലെന്ന് പ്രദേശവാസികൾ. വാർത്തകൾ വിശദമായി. നിലപാടുകൾ നയിച്ച രാഷ്ട്രീയ നേതാവാണ് മുൻ കോൺഗ്രസ് നേതാവ് കെ ശങ്കരനാരായണനെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പ്രവർത്തന മികവ് കൊണ്ട് പദവികൾ ശങ്കരനാരായണനെ തേടിയെത്തുകയായിരുന്നുവെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പാലക്കാട്ട് ശങ്കരനാരായണൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച കെ ശങ്കരനാരായണൻ 4ാം ചരമവാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലക്ഷ്യത്തിലേക്ക് എത്താൻ ആശയസംവാദത്തിന് അടിത്തറ പാകിയ രാഷ്ട്രീയ പ്രഗത്ഭരിൽ ഒരാളുകൂടിയാണ് കെ ശങ്കരനാരായണനെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പ്രസ്ഥാനത്തിന്റെ ഉയർച്ചയിലും താഴ്ചയിലും അണികൾക്ക് ആവേശവും ഊർജവുമായിരുന്നു. പല നേതാക്കളോടും അടുപ്പം സൂക്ഷിച്ചപ്പോഴും ആരുടെയും വക്താവായി അദ്ദേഹം രംഗത്ത് വന്നിരുന്നില്ല. ചരിത്രത്തിലും സാഹിത്യത്തിലും പുരാണത്തിലുമുള്ള അഗാധ പാണ്ഡിത്യം പ്രസ്ഥാനം വളർത്താനും എതിരാളികളെ തളർത്താനും ഉപയോഗിച്ചു. ജനാധിപത്യ മതേതര സിദ്ധാന്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ വർഗീയതയെ ചെറുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും ശങ്കരനാരായണന് കഴിഞ്ഞിട്ടുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കാമരാജന്റെ ഒരു ചെറിയ വീടായിരുന്നു തുടങ്ങി കാമരാജന്റെ ചരിത്രം മുഴുവൻ അല്ലെങ്കിൽ ഞങ്ങളോടെല്ലാം പറഞ്ഞു തന്നിരുന്നു. ഞാൻ പിന്നീട് വിരുദുനഗറിൽ കാമരാജന്റെ വസതിയിൽ പോയിട്ടുണ്ട്. ഇത് ശങ്കർജി ആ തലമുറയെ കുറിച്ച് ഞങ്ങളോട് പകർന്നു തന്ന അതാണ് ഞങ്ങളുടെ മനസ്സിന് പ്രതിഷ്ഠ നേടിയ വ്യക്തിത്വങ്ങളായതുമായത്. ആ കാലഘട്ടത്തിലുള്ള നേതാക്കളെ കുറിച്ച്, ആ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയത്തെ കുറിച്ച്, അതിലുള്ള പ്രത്യേകതകളെ കുറിച്ചെല്ലാം അദ്ദേഹം എപ്പോഴും അത് പങ്കുവച്ചിരുന്നു. അദ്ദേഹം അഭിമാനത്തോടു കൂടിയാണ് അത്തരം നേതാക്കളുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ. കോൺഗ്രസ് നേതാവ്, മന്ത്രി, 15 വർഷക്കാലം UDF കൺവീനർ, മഹാരാഷ്ട്ര ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിൽ ഗവർണർ തുടങ്ങി 7 പതിറ്റാണ്ടുകാലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ശങ്കരനാരായണൻ ഷൊർണൂരിൽ വില്ലേജ് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ആയിട്ടായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. TO ബാവ KPCC പ്രസിഡന്റായിരിക്കെ 1960കളിൽ 2 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു കെ ശങ്കരനാരായണൻ. 1969ലെ പിളർപ്പിൽ സംഘടനാ കോൺഗ്രസ് പക്ഷത്ത് നിന്ന അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ്, വർക്കിംഗ് കമ്മിറ്റി അംഗം, പാർലമെന്ററി ബോർഡ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കെ ശങ്കരനാരായണന്റെ 4ാമത് ചരമവാർഷിക അനുസ്മരണ പരിപാടിയാണ് പാലക്കാട്ട് ശങ്കരനാരായണൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചത്. യോഗത്തിൽ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, MB രാജേഷ്, മുൻ മന്ത്രി KE ഇസ്മായിൽ, VK ശ്രീകണ്ഠൻ MP, മുൻ മന്ത്രി VC കബീർ, മുനിസിപ്പൽ ചെയർമാൻ P സ്മിതേഷ്, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ ശങ്കരനാരായണന്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ മാധവിക്കുട്ടി പറഞ്ഞു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ചൂടിനെ പ്രതിരോധിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കളക്ടർ പറഞ്ഞു. പുതിയ തൊഴിൽ സമയവും പാലിക്കണം. പാലക്കാട് ജില്ലയിലെ 40ഓളം പഞ്ചായത്തുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതായി റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ LSGD ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഫണ്ട് അപര്യാപ്തമാണെങ്കിൽ കൂടുതൽ ഫണ്ട് വകയിരുത്തുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ജില്ലയിൽ നമുക്കിപ്പം നിലവിൽ ഓൾമോസ്റ്റ് 40-ലധികം പഞ്ചായത്തുകളിൽ കുടിവെള്ള ക്ഷാമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഈ
ഈ ഒരു നമ്മൾ ഏകദേശം ഒരു 2 ആഴ്ച മുന്നേ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് LSTDയിൽ നിന്നൊരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ടും അതിന് വേണ്ടിയിട്ട് അനുവദിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിന് പുറമെ പഞ്ചായത്തുകൾക്ക് ഇപ്പം അതിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ വഴി പഞ്ചായത്തുകൾക്ക് കൂടുതൽ ഫണ്ട് കൊടുക്കുന്നതായിരിക്കും കുടിവെള്ളം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി. വോട്ടിന് നോട്ട് പരാതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതായി ജില്ലാ കളക്ടർ പറഞ്ഞു. സിഒയ്ക്കാണ് റിപ്പോർട്ട് നൽകിയത്. ദൃശ്യങ്ങളുടെ ശാസ്ത്രീയമായ പരിശോധന ഫലം ഉൾപ്പെടെയാണ് സമർപ്പിച്ചത്. മുതലമട വെള്ളാരംകടവിൽ നിന്നും പിടിച്ചെടുത്ത പാറമേക്കാവിന്റെ വെടിക്കോപ്പ് എന്ത് ചെയ്യണമെന്ന് പെസ്കോയുടെ നിർദ്ദേശമനുസരിച്ച് ചെയ്യുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പള്ളി സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപം 2 വീടുകളിൽ മോഷണം നടത്തിയ കേസിലെ പ്രതികൾ ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. 6000 രൂപ, സ്കൂട്ടർ, DVR എന്നിവ മോഷ്ടിച്ച കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത്. KP സിദ്ദിഖ്, PK സുഹൈൽ, അബ്ദുൾ സലാം എന്നീ പ്രതികളാണ് പിടിയിലായത്. കുളപ്പള്ളി സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപം താമസിക്കുന്ന മലയമുക്കിൽ ദീപകിന്റെ വീട്ടിൽ നിന്നും 6000 രൂപയും സ്കൂട്ടറും മറ്റൊരു വീട്ടിൽ നിന്നും DVRഉം മോഷണം പോയത് ഈ മാസം 16-ന് പുലർച്ചെയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് 3 പ്രതികൾ വെള്ളിയാഴ്ച പിടിയിലാവുന്നത്. ഇതിൽ മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശികളായ 45-കാരൻ അബ്ദുൾ സലാം, 40-കാരൻ PK സുഹൈൽ എന്നിവരെ ഷൊർണൂർ പോലീസും കാസർഗോഡ് സ്വദേശി 47-കാരൻ KP സിദ്ദിഖിനെ ധർമ്മടം പോലീസുമാണ് അറസ്റ്റ് ചെയ്തത്. പ്രതി സിദ്ദിഖിനെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ധർമ്മടം പോലീസ് മഞ്ചേരിയിൽ നിന്നുമാണ് പിടികൂടിയതെന്ന് ഷൊർണൂർ പോലീസ് പറഞ്ഞു. 3 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതി സിദ്ദിഖ് നിരവധി കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും ഇവർക്കായുള്ള അന്വേഷണം ആരംഭിച്ചതായും ഷൊർണൂർ പോലീസ് വ്യക്തമാക്കി. ഷൊർണൂർ DYSP സജു K എബ്രഹാമിന്റെ നേതൃത്വത്തിൽ CIP വിഷ്ണു, SI KP അശ്വിൻ, SI ബിനോയ് കുര്യാക്കോസ്, ASI K അനിൽകുമാർ, T സജീഷ്, സുജി ശേഖർ, CPO മനോജ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ വലയിലാക്കിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പമ്പിംഗ് ചെയ്യാൻ വെള്ളമില്ല. ഒറ്റപ്പാലം കിഴക്കേ തോട്ടിൽ ചാലിഗിരി നഗരസഭയിലെ കോലോത്തുകുന്ന് കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് നടത്തുന്ന കിണറിലേക്ക് ഗുണഭോക്താക്കളുടെ നേതൃത്വത്തിൽ വെള്ളം എത്തിച്ചു. നിലവിലെ വെള്ളം കൂടി കഴിഞ്ഞാൽ വെള്ളത്തിനായി എന്ത് ചെയ്യണമെന്നറിയാതെ വേവലാതിയാണ് ജനങ്ങൾ. ഒരാഴ്ചയായി കിണറ്റിൽ വെള്ളമില്ലാത്ത അവസ്ഥയിൽ പമ്പിംഗ് നടത്താനാകാതെ ബുദ്ധിമുട്ടാൻ തുടങ്ങിയിട്ട്. ഈ പദ്ധതിയെ ആശ്രയിച്ച് 100ഓളം കുടുംബങ്ങളാണുള്ളത്. കുന്നിൻ മുകളിലെ പ്രദേശമായതിനാൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ലഭിക്കാറില്ല. ഏക ആശ്രയം നിലച്ചതിനെ തുടർന്ന് ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങുകയായിരുന്നു. JCB ഉപയോഗിച്ച് കിഴക്കേത്തോട്ടിൽ ചാൽ കീറി കിണറിനടുത്തേക്ക് വെള്ളം എത്തിക്കുകയായിരുന്നു. ഏകദേശം 200 മീറ്ററോളം ചാൽ കീറിയാണ് വെള്ളം എത്തിച്ചത്. നിലവിൽ കുറച്ചു ദിവസത്തേക്ക് പമ്പിംഗ് നടത്താനുള്ള വെള്ളം മാത്രമാണുള്ളത്. ഇതു കഴിഞ്ഞാൽ വെള്ളത്തിനായി എന്ത് ചെയ്യണമെന്നറിയാതെ വേവലാതിയിലാണ് പ്രദേശനിവാസികൾ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇക്കുറി പൊതുവേ വെള്ളം കുറവാണ്. അപ്പം അതിന് തടയണക്കെട്ടലൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എന്തോ നടന്നില്ല. ഈ തവണ അങ്ങനെ അടുത്ത തവണയെങ്കിലും മുൻകരുതലോടുകൂടി ഇങ്ങനെ ഒരു പ്രശ്നം വരില്ല എന്ന് വിചാരിക്കണം. കോലോത്തുന്ന് പ്രദേശത്തുള്ള ജനങ്ങൾ നഗരസഭാ കൗൺസിലർ സുനീറ മുജീബിന്റെ നേതൃത്വത്തിലുള്ള ജനങ്ങളാണ് പ്രവർത്തിക്കാൻ നേതൃത്വം നൽകിയത്. തോട്ടിൽ വെള്ളം സംഭരിച്ചു നിർത്താൻ സ്ഥിരമായുള്ള തടയണ അടുത്തു തന്നെ വരുമെന്നും പദ്ധതി പൂർത്തിയാകുന്നതോടെ കോലോത്തുകുന്ന് നിവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവുമെന്നും നഗരസഭാ കൗൺസിലർ സുനീറ മുജീബ് പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭയുടെ കീഴിലുള്ള കോലോത്തുകുന്ന് കുടിവെള്ള പദ്ധതിയിൽ ജലക്ഷാമം നേരിട്ടപ്പോൾ ജനങ്ങളുടെ സഹായത്തോടു കൂടി 200 മീറ്ററോളം JCB ചാലുകീറി നമ്മളിന്ന് പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ജലക്ഷാമം നേരിടുന്ന ഈ സാഹചര്യത്തിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എത്താത്തൊരു പ്രദേശമാണ് കോലോത്തുകുന്ന്. ഈ പ്രദേശത്ത് ജനങ്ങളുടെ സഹകരണമാണ് നമുക്ക് ഏറ്റവും വലിയ കരുതലായിട്ടുള്ളത്. അവരുടെ പിൻബലത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇന്ന് ഈ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ പൂരം പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനം പാറമേക്കാവ് അഗ്രശാലയിൽ ആരംഭിച്ചു. ക്ഷേത്ര മേൽശാന്തി KV വാസുദേവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനം വെള്ളിയാഴ്ച പാറമേക്കാവ് അഗ്രശാലയിലാണ് സംഘടിപ്പിച്ചത്. ക്ഷേത്ര മേൽശാന്തി KV വാസുദേവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് ഉൾപ്പെടെയുള്ള ദേവസ്വം ഭാരവാഹികളും തട്ടക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച വരെ തിരുവമ്പാടി വിഭാഗം ദുഃഖാചരണം നടത്തിയതിനാൽ ശനിയാഴ്ച മാത്രമേ തിരുവമ്പാടിയുടെ ചമയപ്രദർശനം ഉണ്ടാവുകയുള്ളൂ. ശനിയാഴ്ചയാണ് പൂരവിളംബര ചടങ്ങുകൾ നടക്കുക. കഴിഞ്ഞ ദിവസം നടന്ന സർക്കാരിന്റെ ഉന്നതതല യോഗത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കാനും കുടമാറ്റം സമയം ചുരുക്കി നടത്താനുമാണ് തീരുമാനം. അതേസമയം പൂരത്തിന്റെ മറ്റെല്ലാ ചടങ്ങുകളും മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ നടക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
മുണ്ടത്തിക്കോട് വെടിക്കെട്ട് സ്ഫോടനം നടന്ന പ്രദേശത്തും സമീപ മേഖലകളിലും ഇന്നും തെരച്ചിൽ നടത്തി. തെരച്ചിലിൽ ശരീരഭാഗങ്ങളും മാംസം അവശേഷിക്കുന്ന എല്ലിൻ കഷ്ണങ്ങളും കണ്ടെടുത്തു. 3 കെടാവർ നായ്ക്കളെ ഉപയോഗിച്ച് 100ഓളം പോലീസുകാർ ചേർന്നാണ് പരിശോധന നടത്തിയത്. വെള്ളിയാഴ്ചയും തെരച്ചിൽ തുടരുകയായിരുന്നു. ഇന്ന് നടത്തിയ തെരച്ചിലിൽ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു. കൂടാതെ മാംസം അവശേഷിക്കുന്ന എല്ലിൻ കഷ്ണങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. സ്ഫോടനം നടന്നതിന് 50 മീറ്റർ ചുറ്റളവിൽ നിന്ന് കൈവിരലും കണ്ടെടുത്തിട്ടുണ്ട്. 3 കെടാവർ നായ്ക്കളെ ഉപയോഗിച്ചാണ് പോലീസ് പരിശോധന നടത്തിയത്. 100ഓളം പോലീസുകാരുടെ നേതൃത്വത്തിൽ വലിയ പാടശേഖരങ്ങളടക്കം വ്യാപകമായ തെരച്ചിലായിരുന്നു നടത്തിയത്. ചൂട് വർദ്ധിക്കുന്നതിന് മുൻപായി തെരച്ചിൽ വേഗത്തിൽ പൂർത്തിയാക്കാനായിരുന്നു പോലീസിന്റെ ശ്രമമുണ്ടായത്. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർമാരും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഡെസ്കിൽ നിന്നും മറ്റൊരു വാർത്ത. കനത്ത ചൂടിന് ആശ്വാസമായി വേനൽ മഴയെത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 മണിയോടുകൂടിയായിരുന്നു വേനൽ മഴയുടെ വരവ്. ചെറിയ തോതിൽ ഇടിമിന്നലും ഉണ്ടായിരുന്നു. അല്പനേരം വേനൽ മഴ നീണ്ടുനിന്നു. പാലക്കാട് ജില്ലയിൽ ചൂട് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്തി നിൽക്കുന്നതിനിടെയായിരുന്നു വേനൽ മഴ ലഭിച്ചത്. ജില്ലയിൽ പലയിടങ്ങളിലും വേനൽ മഴ ലഭിച്ചെന്നാണ് വിവരം. മാത്തൂരിൽ കാട്ടുപന്നി ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്കും മകൾക്കും പരിക്കേറ്റു. മാത്തൂർ സ്വദേശികളായ ഷമീർ, ഭാര്യ ഹഫ്സത്ത്, 6 വയസ്സുകാരി മകൾ ഷഹല എന്നിവരെ സാരമായ പരിക്കുകളോടെ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മാത്തൂർ കൊല്ലോട് വീട്ടിൽ നൂർ മുഹമ്മദിന്റെ മകൻ ഷമീറിന്റെ ഭാര്യ ഹഫ്സത്ത്, മകൾ 6 വയസ്സുള്ള ഷഹല എന്നിവരെയാണ് സാരമായ പരിക്കുകളോടെ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ രാത്രി ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോൾ കൊല്ലാട് കനാൽ റോഡിൽ വെച്ച് കാട്ടുപന്നി മുന്നിലേക്ക് ചാടി ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഷമീറിന് കാലിലും കൈത്തണ്ടയിലും ഷോൾഡറിലും കണ്ണിനും പരിക്കേറ്റു. മകൾ ഷഹലയ്ക്കാകട്ടെ തലയിലും ചെവിയിലും മുഖത്തുമാണ് പരിക്ക്. തോളെല്ല് പൊട്ടിയിട്ടുമുണ്ട്. ഷമീറിന്റെ ഭാര്യ ഹഫ്സത്തിന് കൈകാലുകളിലും മുഖത്തുമാണ് പരിക്ക്. ഇവർ സഞ്ചരിച്ച വാഹനത്തിനും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോടാലിയിൽ പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച സംഭവം. വീടിനുള്ളിൽ വീണ്ടും 2 പാമ്പുകളെ കൂടി കണ്ടെത്തി. ഇതോടെ 5 പാമ്പുകളെയാണ് ഇതിനകം വീട്ടിൽ നിന്നും കാണാനായത്. മണ്ണൂർ നഗരിപ്പുറത്ത് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയായി മാറിയ പാതയോരത്ത് ദ്രവിച്ചു വീഴാറായ തെങ്ങ് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ മുറിച്ചുമാറ്റി. വാർഡംഗം അൻവർ സാദിഖാണ് സ്വന്തം ചെലവിൽ നിന്നും പണം മുടക്കി തെങ്ങ് മുറിച്ചുമാറ്റിയത്. മണ്ണൂർ പത്തിരിപ്പാല റോഡിൽ നഗരിപ്പുറം പേട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമാണ് 20ഓളം മീറ്റർ ഉയരത്തിലുള്ള ചെരിഞ്ഞ് വീഴാറായ ദ്രവിച്ച തെങ്ങ് നിന്നിരുന്നത്. ഇത് യാത്രക്കാർക്ക് ഭീഷണിയായിരുന്നു. അതേസമയം തെങ്ങ് വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികളും നൽകിയിരുന്നു. മാധ്യമ വാർത്തകളിലും ഇടം പിടിച്ചിരുന്നു. എന്നിട്ടും നടപടി ഉണ്ടായിരുന്നില്ല. ശക്തമായ കാറ്റടിച്ചാൽ വൈദ്യുതി കമ്പികളിലേക്ക് വീണ് റോഡിലേക്ക് പതിക്കാനും സാധ്യതയുണ്ടായിരുന്നു. ഇത് വലിയ ദുരന്തം വരുത്തിവെക്കുമായിരുന്നു. യാത്രക്കാരുടെ ജീവനെ ഓർത്താണ് പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് സ്വന്തം ചെലവിൽ പണം മുടക്കി തെങ്ങ് വെട്ടിമാറ്റാൻ മുന്നോട്ട് വന്നത്. അപകടകരമായ വിധത്തിൽ ഈ പേട്ട സ്റ്റോപ്പിൽ നിരവധി വിദ്യാർത്ഥികളും സ്ത്രീകളും കുട്ടികളും അടക്കം ബസ് കാത്തു നിൽക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന പ്രധാന ഭാഗത്ത് ഒരു തെങ്ങ് ദ്രവിച്ചു നിൽക്കുന്ന നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇവിടെയുള്ള ആളുകൾ സൂചിപ്പിക്കുകയും ചെയ്തപ്പോൾ PWD അധികാരികളുമായി സംസാരിക്കുകയും അവർ അത് മുറിച്ചോളൂ എന്ന് പറയുകയും ഉടനെ തന്നെ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറുമായും KSEB അധികാരികളുമായി സംസാരിച്ച് അവർ ലൈൻ ഓഫ് ചെയ്തതിൻ്റെ ഫലമായി ഒരു വളരെയധികം ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു തെങ്ങ് മുറിച്ചു മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള ജനകീയമായ പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരമാകുന്ന പ്രവർത്തനങ്ങളുമായി പ്രിയപ്പെട്ടവരുടെ കൂടെ എന്നും കൂടെ ഉണ്ടാവുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതേസമയം തെങ്ങ് വെട്ടിമാറ്റിയ പഞ്ചായത്ത് അംഗത്തെ യാത്രക്കാരും അഭിനന്ദിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെയും പത്തിരിപ്പാല ഇലക്ട്രിസിറ്റി അധികൃതരെയും അനുമതിയോടെയാണ് തെങ്ങ് വെട്ടിമാറ്റിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ കുതിരാനിലെ ജനവാസ മേഖലയോട് ചേർന്ന് വനംവകുപ്പ് പാമ്പുകളി തുറന്നുവിടുന്നതായി പരാതി. പാമ്പിനെ തുറന്നുവിട്ടതിനെ തുടർന്ന് നാട്ടുകാർ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ശൗചാലയത്തിൽ വെച്ച് 2.5 വയസ്സുകാരന് പാമ്പുകടിയായി. തൃശൂർ കുതിരാനിലെ ജനവാസ മേഖലയോട് ചേർന്ന വനംവകുപ്പ് പാമ്പുകളെ തുറന്നുവിട്ടതായാണ് പരാതി. പാമ്പിനെ തുറന്നുവിട്ടതിനെ തുടർന്ന് നാട്ടുകാർ വനംവകുപ്പിന്റെ വാഹനവും തടഞ്ഞു. പാണഞ്ചേരി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പിടികൂടിയ പാമ്പുകളെയാണ് കുതിരാൻ ക്ഷേത്ര പരിസരത്ത് തുറന്നുവിടുന്നത്. കഴിഞ്ഞ ദിവസം പാമ്പുകളെ തുറന്നുവിടാനെത്തിയ വനംവകുപ്പിന്റെ വാഹനമാണ് നാട്ടുകാർ തടഞ്ഞത്.
വനാതിർത്തി പങ്കിടുന്ന പാണഞ്ചേരി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പാമ്പുകളെ തുറന്നുവിട്ടതായും പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ ശൗചാലയത്തിൽ വെച്ച് 2.5 വയസ്സുകാരനെ പാമ്പ് കടിയേറ്റിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ബൈബിളിന്റെ അന്തസത്ത ഉൾക്കൊള്ളാതെ ക്രിസ്തുമത വിശ്വാസികൾക്ക് മുന്നോട്ടു പോകാനാവില്ലെന്ന് പാലക്കാട് അതിരൂപത. ബൈബിളിനെ ആഴത്തിൽ അറിയാൻ ശ്രമിച്ചവരെ അനുമോദിക്കുന്നതിനായി ബിബ്ലിയ മെഗാ ഗെറ്റ് 2026 ഏപ്രിൽ 25-ന് പാലക്കാട്ട് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ക്രിസ്തുമത വിശ്വാസികളുടെ പ്രണയകാവ്യമാണ് ബൈബിൾ. വചനം എഴുതുന്നതിലൂടെയും വായിക്കുന്നതിലൂടെയും ദൈവവുമായുള്ള ബന്ധം ആഴത്തിലാവും. വിവിധ പ്രായത്തിലുള്ള 2700ഓളം പേരാണ് പാലക്കാട് രൂപതയ്ക്ക് കീഴിൽ ബൈബിൾ പകർത്തിയെഴുത്ത് നടത്തിയത്. ഇതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 550 പേർ മഹാസംഗമത്തിൽ പങ്കെടുക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ക്വിസായ ലോഗോസിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് 24-25, 2024-25, 2025-26 വർഷങ്ങളിലാണ് ബൈബിൾ പകർത്തിയെഴുത്ത് നടത്തിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പാലക്കാട് രൂപത ചെറിയ കുറച്ച് ക്രിസ്ത്യൻസ് ഉള്ള ഒരു രൂപതയാണ് പാലക്കാട്. പക്ഷേ ഏത് മത്സരത്തിനും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പാലക്കാട് രൂപത അതിൻ്റെ തനിമയോടുകൂടെ തിരിച്ചു വരുന്നവർ എന്ന് പറയാൻ ഈ ബൈബിൾ റൈറ്റിങ്സ് ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ബൈബിൾ റൈറ്റിങ്സ് തുടങ്ങിയത്. ഏകദേശം 35 രൂപതയിലുള്ളവർ അതിൽ പങ്കെടുത്തു. എന്നാൽ 20% അതിൻ്റെ ഫസ്റ്റ് പ്രൈസുകളെല്ലാം വാങ്ങിക്കൂട്ടിയത് പാലക്കാട് രൂപതയാണ്. ഈ മെഗാ ക്വിസ് അല്ലെങ്കിൽ ലോഗോസിന് മത്സരങ്ങൾ വരുമ്പോഴും നമ്മളെപ്പോഴും ഫൈനൽ റൗണ്ടിൽ എത്തുന്ന ഒരു ഇടമാണ് പാലക്കാട് രൂപത. അപ്പോൾ ഇത്രയുമാണ് ആമുഖമായിട്ട് എനിക്ക് പറയുവാനുള്ളത്. ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ചെറിയ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്. അതിനകത്ത് എന്തിനാണ് ഈ മെഗാ ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചിരിക്കുന്നത്? ഇവിടെ ഏകദേശം 2800 പേര് കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് ബൈബിൾ എഴുതി. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല. നല്ല വലിപ്പമുള്ള വലിയ അക്ഷരത്തിൽ എന്ന് പറയുന്ന വലിയൊരു എഴുതി തീർക്കുക എന്ന് പറയാൻ എളുപ്പമല്ല. ഒരു വർഷം കൊണ്ടാണ് ഈ പഴയ നിയമം മുഴുവൻ എഴുതി തീർക്കുക. വാർത്താ സമ്മേളനത്തിൽ വികാരി ജനറൽ ജിജോ ചാലക്കൽ, ഫാദർ ജെയിംസ് ചാക്യത്തെ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പാവറട്ടി പള്ളിത്തിരുന്നാൾ വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. വെടിക്കെട്ട് മാത്രം ഒഴിവാക്കി ആഘോഷങ്ങൾ നടക്കും. വെള്ളിയാഴ്ച 25-ാം തീയതി ശനിയാഴ്ച, 26-ാം തീയതി ഞായറാഴ്ച, മെയ് 3-ാം തീയതി ഈ ദിവസങ്ങളിൽ വെടിക്കെട്ട് നടത്താനായിട്ട് ഹൈക്കോടതി നമുക്ക് അനുവാദവും അതിനുള്ള ഉത്തരവും നമ്മുടെ കയ്യിലുണ്ട്. എങ്കിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ മാനുഷികമായ എല്ലാ പരിഗണനകളും ക്രിസ്തീയ സാഹോദര്യവും മണ്ണിൽ കണ്ടുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾ മാറ്റി വയ്ക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുപറ്റം മനുഷ്യർ വെടിക്കെട്ട് അപകടത്തിൽ ദുരിതം അനുഭവിക്കുമ്പോൾ വെടിക്കെട്ട് നടത്തി ആർത്തുല്ലസിച്ച് സന്തോഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാവറട്ടി പള്ളി തിരുനാളിന്റെ വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ചത്. പള്ളി കമ്മിറ്റിയുടെ തീരുമാനമാണിത്. വെടിക്കെട്ട് നടത്താൻ ഹൈക്കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു. എന്നാൽ മുണ്ടത്തിക്കോട് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടാണ് വെടിക്കെട്ട് ഒഴിവാക്കിയതെന്ന് വികാരി പറഞ്ഞു. 3 ദിവസങ്ങളാണ് പാവറട്ടി പള്ളിപ്പെരുന്നാൾ വെടിക്കെട്ട്. ആഘോഷങ്ങൾ മാത്രം നടക്കും. വെടിക്കെട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ആചാരകഥനകൾ ഉപയോഗിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഡെസ്കിൽ നിന്നും മറ്റൊരു വാർത്ത. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുര സ്ഫോടനത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ലൈസൻസി മുണ്ടത്തിക്കോട് സതീശൻ മരിച്ചു. 90% പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ചയായിരുന്നു സതീശന്റെ മരണം. സ്ഫോടനത്തിൽ ഇതോടെ മരണം 15ആയി. തൃശൂർ പൂരം തിരുവമ്പാടി വിഭാഗത്തിന് വെടിക്കെട്ട് ഒരുക്കുന്ന ആളുകൂടിയായിരുന്നു സതീശൻ. തൃശൂർ മറ്റത്തൂരിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. മറ്റത്തൂരിലെ മുപ്പിളി പ്രദേശത്തെ ജനവാസ മേഖലയിലായിരുന്നു സംഭവം. വാഴ, കവുങ്ങ് തുടങ്ങിയ വിളകളാണ് നശിപ്പിച്ചിരിക്കുന്നത്. ആനകളെ പ്രതിരോധിക്കുന്നതിനായി വനംവകുപ്പ് സോളാർ വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കാട്ടാനശല്യത്തിന് യാതൊരു കുറവുമില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പ്രദേശവാസികളായ കബീർ വട്ടത്തൊടി, അഷ്റഫ് വട്ടത്തൊടി, പുഷ്പാകരൻ കാരേക്കാടൻ, വർക്കി തേക്കിലക്കാടൻ,
ഹംസ എന്നിവരുടെ വീടുകൾക്ക് സമീപമാണ് കാട്ടാനകൾ എത്തിയത്. ശബ്ദം കേട്ട് പേരക്കുട്ടിയെ കയ്യിലെടുത്ത് പുറത്തിറങ്ങിയ പുഷ്പാകരന് നേർക്ക് കാട്ടാന പാഞ്ഞെത്തിയെങ്കിലും ആനയുടെ പിടിയിൽപ്പെടാതെ പുഷ്പാകരൻ തലനാരയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. വാഴ അങ്ങനെയുള്ള നിരവധി കൃഷികൾ ദിവസം തോറും ആനകൾ വന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി 2 കൊമ്പനും പിന്നെ 2-3 മറ്റു ആനകളും കൂടി വന്നിട്ട് സോളാർ വേലി തകർത്തുകൊണ്ടാണ് ഇവിടെ വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്ന കാരക്കാടൻ പുഷ്പൻ എന്ന് പറയുന്ന വ്യക്തിയെ ആന ഓടിപ്പിക്കുകയുണ്ടായത്. പുഷ്പന്റെ മകന്റെ ഒരു ചെറിയ കുട്ടിയും കൂടി എടുത്തുകൊണ്ടാണ് ഈ പുഷ്പൻ ആനയുടെ മുന്നിൽ കൂടെ ഓടി ദൈവഭാഗ്യം എന്ന് പറയാം ആളുടെ ജീവൻ രക്ഷപ്പെട്ടത്. ഇവർക്കൊന്നും ഇവിടെ വീടുകളിൽ രാത്രി കാലങ്ങളിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. കൃഷിയിടത്തിലെ വാഴ, കവുങ്ങ് മുതലായ വിളകൾ കാട്ടാനകൾ നശിപ്പിച്ചു. പതിവായി കാട്ടാനകൾ എത്തുന്ന പ്രദേശമായതിനാൽ ഭീതിയോടെയാണ് ഇവിടെ കുടുംബങ്ങൾ കഴിയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞു മക്കൾ ഓടി രക്ഷപ്പെടാൻ ഇവർക്ക് വേറെ പഴുതുകളില്ല. ഫോറസ്റ്റാണ് ഫോറസ്റ്റ് ഇട്ട കമ്പി കൂടാണ്ടാണ്, സോളാർ ഇട്ടത് കൂടാണ്ടാണ് ഞങ്ങൾ പ്രൈവറ്റായിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇട്ടത്. അതുപോലും തകർത്തിട്ടാണ് ഞങ്ങളുടെ വീടുകൾ പറമ്പിലും കൃഷിയൊക്കെ നശിപ്പിക്കുന്നത്. ഞങ്ങൾക്കൊരു സാധനം പറമ്പിൽ കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 31 വർഷമായി. പക്ഷേ ഇപ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഈ ആനയെ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ആനകളെ പ്രതിരോധിക്കുന്നതിനായി വനവകുപ്പ് ഇവിടെ സോളാർ വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കാട്ടാന ശല്യത്തിന് യാതൊരു കുറവുമില്ലെന്ന് പ്രദേശനിവാസികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മധ്യവയസ്കൻ കുളിമുറിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. പഴയന്നൂർ എളനാട് മണക്കാടൻ പള്ളി തെക്കേതിൽ വീട്ടിൽ ജോർജിന്റെ മകൻ 56-കാരനായ മാത്യൂസ് ആണ് മരിച്ചത്. എളനാട് മണക്കാടൻ പള്ളി തെക്കേതിൽ വീട്ടിൽ ജോർജിന്റെ മകൻ 56 വയസ്സുള്ള മാത്യൂസാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിയോടെ വീട്ടിലെ കുളിമുറിയിൽ കയറിയ മാത്യൂസിനെ ഏറെ സമയം കഴിഞ്ഞിട്ടും കാണാത്തതിനെ തുടർന്ന് ഭാര്യ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ എളനാട് എമർജൻസി കെയർ സെന്ററിൽ എത്തിച്ചെങ്കിലും രാത്രി 8:15 മരണം സംഭവിക്കുകയായിരുന്നു. സംഭവത്തിൽ ബന്ധുവായ സജി തോമസ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പഴയന്നൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 100ാം പിറന്നാൾ ആഘോഷിക്കുന്ന ചേറ്റൂർ കല്യാണിക്കുട്ടിയമ്മയ്ക്ക് ഇറാം എഡ്യൂക്കേഷണൽ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് നേതൃത്വത്തിൽ ആദരം. റിട്ടയർഡ് SI കെ സുരേഷ് കല്യാണിക്കുട്ടിയമ്മയ്ക്ക് ഉപഹാരം സമ്മാനിച്ചു. കല്യാണിക്കുട്ടിയമ്മയ്ക്ക് റിട്ടയർഡ് SI കെ സുരേഷ് ഉപഹാരം സമ്മാനിച്ചു. ഏറ്റവും ധന്യമായ ഒരു നിമിഷമാണ്. പ്രമുഖ TV ചാനലുകാരും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ചേറ്റൂർ നഗരയിൽ തന്നെ ഏറ്റവും പ്രമുഖമായ തറവാടായ ചേറ്റൂരിൻ്റെ മുതിർന്ന അംഗമാണ്. അത് നഗരയുടെ തന്നെ തറവാട്ടിലാണ്. അവരുടെ ശതാബ്ദി ആരോഗ്യത്തോടെ ചിലവർക്കൊന്നും ഓർമ്മ പോകുന്നുണ്ടാവില്ല. അവർ ഒരുപാട് ഇനിയും ആരോഗ്യത്തോടെ ആയുരാരോഗ്യത്തോടെ ഇരിക്കട്ടെ. അതിന് മക്കളൊക്കെ കൂടി ഇങ്ങനെ ഒരുക്കുകയും എന്ന് വേണ്ട A to Z എല്ലാവരെയും വിളിച്ച് അവർക്ക് ഒരു ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്തത് വലിയ ഒരു കാര്യമാണ്. ഇത്തരം ഒരു അപൂർവ നിമിഷത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞത് വലിയ ഒരു സന്തോഷം. ചടങ്ങിൽ ശംസുദ്ദീൻ മാങ്കുർശി അധ്യക്ഷനായി. ലീല ബാലകൃഷ്ണൻ സംസാരിച്ചു. കല്യാണിക്കുട്ടിയമ്മയുടെ ശതാബ്ദി ആഘോഷം വിപുലമായാണ് ആഘോഷിച്ചത്. മങ്കര സർ സി ചേറ്റൂർ ശങ്കരനായരുടെ കുടുംബമാണ് ശതാബ്ദി ആഘോഷിക്കുന്ന ചേറ്റൂർ കല്യാണിക്കുട്ടിയമ്മ. മങ്കര കോട്ടയിലാണ് താമസം. ഒട്ടനവധി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും സംഘടനകളും ഇവരെ ആദരിക്കാൻ വീട്ടിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റുലി. തമിഴ്നാട്ടിലും ബംഗാളിലും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ 85.14%, ബംഗാളിൽ 92.72% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ രണ്ടിടങ്ങളിലും ആരെ തുണയ്ക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? പ്രതികരണങ്ങളിലേക്ക്. തമിഴ്നാട്ടിലെയും ബംഗാളിലും വോട്ടിംഗ് ശതമാനം കൂടിയെന്നുള്ളത് ആ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കണക്ക് നോക്കണ്ട, വോട്ട് എത്ര ചെയ്തു നോക്കണം. കാരണം പുതിയ SIR പ്രകാരം ഒഴിവാക്കപ്പെട്ട വോട്ടുകളും പുതുതായിട്ട് ചേർക്കപ്പെട്ട വോട്ടുകളും അതൊക്കെ ബാധിക്കുന്നതാണ്. പുതിയ SIRൽ അങ്ങനെ കുറേ ഇത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് എല്ലാ ആൾക്കാരും, നിലവിലുള്ള ആൾക്കാർ കൂടുതൽ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വോട്ടിംഗ് പാറ്റേൺ നോക്കുന്നത് അവിടെ എത്ര ആൾക്കാർ മൊത്തത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും ഇപ്രാവശ്യം അത് ആൾക്കാരെ എണ്ണെടുത്തു കഴിഞ്ഞാൽ ശതമാനത്തിൻ്റെ ഡിസ്ക്രിമിനേഷൻ ചിലപ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ശതമാനം അത്ര വലിയ കണക്കാക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെപ്പോഴും മനസ്സിലാക്കുന്നത് ഈ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ പുതിയ SIR പ്രകാരം അത് ഏറ്റവും ഗുണകരമാവുക എന്നുള്ളത്
BJPക്ക് ആയിരിക്കും. കാരണം അവരത് കൃത്യമായ ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും നീക്കുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കലും അത് കേരളത്തിലായാലും അതെ, അവരൊക്കെ എന്നോ വർഷങ്ങളായിട്ട് അതിനുവേണ്ടി മെനക്കെടുന്നുണ്ട്. കാരണം അവർക്കെല്ലാം മുൻകൂട്ടി അറിയാം കാര്യങ്ങൾ എങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങൾ അറിയാം. അവർ കുറേ പഠിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട അറിവുകളൊക്കെ കിട്ടാൻ അവർക്കൊന്നുകൂടി എളുപ്പമാണല്ലോ കേന്ദ്രത്തിൻ്റെ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ എല്ലാം കാലേക്കുട്ടി കണക്കാക്കിയിട്ടാണ് ഓരോ വോട്ട് ചേർക്കലൊക്കെ നടത്തിയിട്ടുള്ളത്. ഇന്നലെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ DMKക്കാണ് ഇപ്പോൾ സാധ്യതയുള്ളൂ. BJPക്ക് വോട്ട് വർദ്ധിക്കും എന്നല്ലാതെ മറ്റ് സീറ്റുകളെ അത് സ്വാധീനിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബംഗാളിലെ സ്ഥിതി ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണത്. അവിടേക്ക് വോട്ട് ചേർക്കൽ, പുതിയ വോട്ട് ചേർക്കലും പഴയത് ഇല്ലാതാക്കലും അതേറെ ഗുണകരമാവുക ഈ കേന്ദ്രം ഭരിക്കുന്ന ആൾക്കാർക്കായിരിക്കും. മറ്റേ താഴെ സ്റ്റേറ്റുകളിൽ അവരത്രമാത്രം നോക്കിയിട്ടില്ല, അത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല അത്. കാരണം ഇതിന് മുമ്പത്തെ ഓരോ തെരഞ്ഞെടുപ്പുകളിലും BJPനൊക്കെ കേരളത്തിൽ പറയാറില്ലേ, ഞങ്ങൾക്ക് കിട്ടാവുന്നൊരു വോട്ടാണെങ്കിൽ ഞങ്ങളത് പാകിസ്ഥാനിൽ നിന്നാണെങ്കിൽ പോയി കൊണ്ടുവരുന്നു പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരം വോട്ടുകൾ ചേർക്കുന്ന കാര്യത്തിലൊക്കെ അവർ കുറേ കൂടി കാര്യക്ഷമത കാണിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടുമെന്നുള്ള വോട്ടുകളൊക്കെ ചേർക്കാൻ അവർ ഒന്നുകൂടി ജാഗ്രതയോടെയിരുന്നുണ്ട്. പക്ഷെ അത് നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അതൊരു അധികാരത്തിലേക്കുള്ളത് എളുപ്പമൊഴിയൊന്നായിരിക്കില്ല. അത് അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. വോട്ട് കൂട്ടിയിട്ടുണ്ടാവും, വോട്ട് കൂടും. അങ്ങനെയാണ് അതിനെ കാണുന്നത്. വെസ്റ്റ് ബംഗാൾ തെരഞ്ഞെടുപ്പുകളിലുള്ള കനത്ത പോളിങ്ങിൻ്റെ സൂചന നൽകുന്നത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം വിജയ് ഫാക്ടർ വലിയൊരു ഫാക്ടർ തന്നെയാണ്. ഒരു ബൂത്തിൽ ഒരു 200 വോട്ടെങ്കിലും വിജയ് കരസ്ഥമാക്കും. തമിഴ്നാട് DMKക്ക് അടിത്തറയുള്ള ഒരു സംസ്ഥാനമാണ്. സ്റ്റാലിൻ തിരിച്ചു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. പക്ഷേ വിജയുടെ വരവോട് കൂടിയിട്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാണ്. വിജയുടെ വരവ് ഒരു 10 30 സീറ്റുകളിൽ എത്തിയാൽ ആ ഒരു കൂക്കു അസംബ്ലി വന്നു ചേരാനുള്ള എല്ലാ സാധ്യതയും ഉള്ള ഒരു സംസ്ഥാനമായി തമിഴ്നാട് മാറുകയും ചെയ്തു. തമിഴ്നാട്ടിനേക്കാൾ കനത്ത പോളിംഗാണ് വെസ്റ്റ് ബംഗാളിലുള്ളത്. പക്ഷേ വെസ്റ്റ് ബംഗാളിൽ പോളിംഗ് കൂടിയത് മമതാ ബാനർജി ഭരണം നിലനിർത്തും എന്നുള്ളതാണ്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റ് ബംഗാളിൽ അവരുടെ സീറ്റുകളുടെ എണ്ണം കൂട്ടാം എന്നല്ലാതെ ഭരണത്തിലേക്ക് വരുന്ന ഒരു സൂചനയും അവിടെയില്ല. മമതാ ബാനർജി ഭരണം നിലനിർത്തുന്ന ഒരു സ്റ്റേജാണ് വെസ്റ്റ് ബംഗാളിലുള്ളത്. വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം BJP ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള എയിമയോടുകൂടി നടത്തിയിട്ടുള്ള 2 തെരഞ്ഞെടുപ്പുകൾ, ഒന്ന് തമിഴ്നാട്, ഒന്ന് വെസ്റ്റ് ബംഗാൾ. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ണ് ദ്രാവിഡ മണ്ണാണ്. ഒരു കാരണവശാലും BJPക്ക് അവിടെ സീറ്റുകളുടെ എണ്ണം കൂടില്ല. കേരളത്തെ പോലെ തന്നെയാണ്. വെസ്റ്റ് ബംഗാളും അതേ മോഡലിൽ കൊണ്ടുവരാൻ അവരുടെ വളർച്ചയെ ഒരു പരിധി വരെ തടുത്തു നിർത്താൻ മമതാ ബാനർജിയെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മമതാ ബാനർജി അവിടെ ഭരണം നിലനിർത്തുകയും മറിച്ച് BJP അവരുടെ എണ്ണം മെച്ചപ്പെടുത്താം, MLAമാരുടെ എണ്ണം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെടുത്താൻ കഴിയും എന്നല്ലാതെ ഭരണത്തിൻ്റെ തൊട്ടടുത്തെത്താനും പോലും കഴിയില്ല. അവിടുത്തെ പ്രചരണത്തിൻ്റെ രീതി തന്നെ വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രചരണ രീതി ഏറ്റെടുത്തത് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹമാണ്. അവിടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് അദ്ദേഹം പരസ്യമായിട്ടുള്ള പ്രവർത്തനം. ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട സ്ഥിതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ. മുസ്ലിം പള്ളികളിൽ ബാങ്ക് വിളിക്കാം, പക്ഷെ പുറത്ത് കേൾക്കില്ല, മൈക്ക് ഞാൻ ഓഫ് ചെയ്തു. നമാസ് നടത്തുന്നത് റോട്ടിൽ പറ്റൂല, പള്ളിക്കകത്താകും, ഞാൻ നിലനിർത്തി. ആ നില വെസ്റ്റ് ബംഗാളിൽ തുടരണമെങ്കിൽ നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി പറഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ഇഞ്ച് അദ്ദേഹത്തിനെതിരായിട്ട് വരാനില്ല. മമതാ ബാനർജി അവിടെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലപാടുകൾ നയിച്ച രാഷ്ട്രീയ നേതാവാണ് മുൻ കോൺഗ്രസ് നേതാവും മുൻ മഹാരാഷ്ട്ര ഗവർണറുമായ K. ശങ്കരനാരായണൻ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രവർത്തന മികവ് കൊണ്ട് പദവികൾ ശങ്കരനാരായണനെ തേടിയെത്തുകയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. പാലക്കാട്ട് ശങ്കരനാരായണൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ശങ്കരനാരായണൻ 4ാം ചരമവാർഷിക അനുസ്മരണ യോഗം.
പാലക്കാട് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ മാധവിക്കുട്ടി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ചൂടിനെ പ്രതിരോധിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കളക്ടർ. കുളപ്പുള്ളി സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപം 2 വീടുകളിൽ മോഷണം നടത്തിയ കേസിലെ പ്രതികൾ പോലീസിന്റെ പിടിയിൽ. 6000 രൂപ, സ്കൂട്ടർ, DVR എന്നിവ മോഷ്ടിച്ച കേസിൽ പിടിയിലായത് KP സിദ്ദിഖ്, PK സുഹൈൽ, അബ്ദുൾ സലാം എന്നിവർ. കേസിൽ കൂടുതൽ പേർ ഉണ്ടെന്നും അന്വേഷണം നടത്തിവരുന്നതായും പോലീസ്. വെടിക്കെട്ട് ഒഴിവാക്കിയുള്ള തൃശൂർ പൂരം നടത്തിപ്പിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനം പാറമേക്കാവ് അഗ്രശാലയിൽ. പൂരാഘോഷം ഏപ്രിൽ 26-ന്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് സ്ഫോടനം നടന്ന പ്രദേശത്തും സമീപ മേഖലകളിലും ഇന്നും തെരച്ചിൽ. കേടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ശരീരഭാഗങ്ങളും എല്ലിൻ കഷ്ണങ്ങളും കണ്ടെടുത്തു. കുതിരാനിലെ ജനവാസ മേഖലയോട് ചേർന്ന് വനംവകുപ്പ് അധികൃതർ പാമ്പുകളെ തുറന്നുവിടുന്നതായി പരാതി. പാമ്പിനെ തുറന്നുവിട്ടതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞു. കോടാലിയിൽ പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച സംഭവം. വീടിനുള്ളിൽ വീണ്ടും 2 പാമ്പുകളെ കൂടി കണ്ടെത്തി. മാത്തൂരിൽ കാട്ടിപ്പന്നി ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്കും 6 വയസ്സുകാരി മകൾക്കും പരിക്ക്. തൃശൂർ മറ്റത്തൂരിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിച്ചു. ജനവാസ മേഖലയായ മുപ്പിളി പ്രദേശത്തെ കൃഷിയിടങ്ങളിലെ വാഴ, കവുങ്ങ് മുതലായ വിളകളാണ് നശിപ്പിച്ചത്. ആനകളെ പ്രതിരോധിക്കാൻ വനംവകുപ്പ് സോളാർ വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കാട്ടാന ശല്യത്തിന് യാതൊരു കുറവുമില്ലെന്ന് പ്രദേശവാസികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.